മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് ഡോക്ടറുടെ ചികിത്സ കൊണ്ടും അതിലുപരി മഹിയുടെ പ്രാർത്ഥന കൊണ്ടും കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നതിലുള്ള സന്തോഷത്തിലാണ് മഹി. കണ്ണനും ഇത്ര പെട്ടെന്ന് തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്ന് കരുതിയതല്ല. ദൈവങ്ങളെ കൂടെ കൂട്ടിയ ഇയാളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് കാലിൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടിയത്. തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണെന്ന് കണ്ണൻ പറയുമ്പോൾ, ഞാൻ അന്നേ പറഞ്ഞില്ലേ കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന്. എൻ്റെ പ്രാർത്ഥന ഒരിക്കലും ദൈവങ്ങൾ കേൾക്കാതിരുന്നിട്ടില്ല. പിന്നെ തോമസ് ഡോക്ടറെ പോലെ ഒരാളുടെ ചികിത്സയിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് മഹിയും പറയുന്നുണ്ട്. ഇനി നമുക്ക് താൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമെന്നും തനിക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിയുമെന്നും കണ്ണൻ പറയുന്നത് കേട്ട് നാണത്തോടെ ചിരിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. ശേഷം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, സത്യം പറയാലോ കണ്ണൻ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്ന സമയത്ത് കണ്ണൻ്റെ കാര്യത്തിൽ 25% പ്രതീക്ഷ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. ദൈവത്തിന് അത്രയേറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. ഒരുപാട് കാലം നിങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം. ഇനി കണ്ണൻ്റെ പോരായ്മകളെക്കുറിച്ച് പറഞ്ഞ് ആരും നിങ്ങളെ വേദനിപ്പിക്കില്ല. മഹാലക്ഷ്മിയുടെ അടിയുറച്ച ദൈവവിശ്വാസവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് മരുന്നുകൾക്ക് ഇത്രയേറെ ഫലസിദ്ധി തരാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് നിറയാണ് കേട്ടോ തോമസ് സാറിൻ്റെ. തുടർന്ന് അദ്ദേഹം തൻ്റെ ഫീസും കണ്ണനോട് വാങ്ങുന്നില്ല. പക്ഷേ ഇതെല്ലാം അറിയുന്ന ദുർഗയും കരുണയും പ്രതാപനും ഉണ്ണിയും മേഘനും വാമനും അടക്കമുള്ളവർക്ക് കരണത്തേറ്റ അടി തന്നെയാണ് കേട്ടോ കണ്ണനിങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്നുള്ള ഈ വാർത്ത. കണ്ണനെയും മഹാലക്ഷ്മിയെയും ജീവനോടെയും അല്ലാതെയും വേർപിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, പക്ഷേ ഒന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാം കൊണ്ടും തകർച്ച സംഭവിച്ചത് നമുക്കാണ്. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് തന്നെ അവനെയും പറഞ്ഞു വിടാം എന്ന് കരുതി. മഹാലക്ഷ്മി അവളുടെ ദൈവിക ചൈതന്യം തന്നെയാണ് ഇതിനെല്ലാത്തിനും പുറകെ. ഇനി ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടില്ല പ്രതാപ എന്നെല്ലാം വാമനും പറയുന്നുണ്ട്. തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, ഇനി ഉടനെ തന്നെ അവൾക്ക് വിശേഷം ഉണ്ടെന്നുള്ള വാർത്ത അവൾ കേൾപ്പിക്കും. അവളുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇപ്പം കിട്ടുന്ന വില പോലും ഉണ്ടാവില്ല. കണ്ണൻ്റെ ഈ സ്വത്തുക്കളെല്ലാം ഇനി അവൻ്റെ കുഞ്ഞിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ദുർഗ പറയുമ്പോൾ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ലാളിക്കുന്നതും കൊഞ്ചിക്കുന്നതും ഒക്കെ കാണിച്ച് അവളുടെ മുന്നിൽ ജയിക്കാം എന്ന് കരുതി. കാരണം അതുമാത്രമല്ലേ ഉള്ളൂ എനിക്ക് അവളുടെ മുന്നിൽ ജയിക്കാനുള്ള ഏക മാർഗം. അല്ലാതെ എൻ്റെ ഭർത്താവായിട്ട് എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉണ്ണിയെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ, നീ എന്തിനാ കരുണ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വഷളായത്. നീ ഒന്നും രണ്ടും പറഞ്ഞ് കണ്ണേട്ടനെ ചൊടിപ്പിക്കാനായിട്ട് നോക്കി. അപ്പോൾ അയാൾക്കും അവർക്കും വാശി കൂടി. ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായി. അല്ലാതെ ഇതൊന്നും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, അല്ലാതെ ഇതൊന്നും നിങ്ങളുടെ ആരുടെയും കഴിവുകേടല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കലി തുള്ളുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം കണ്ണൻ്റെ കൈ പിടിച്ച് മഹാലക്ഷ്മി കമലേശ്വരം തറവാട്ടിലേക്ക് കടന്നു വരികയാണ്. 95% തന്നെ കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി വന്നിട്ടുണ്ട്. ഒരു വോക്കറിൻ്റെ സഹായത്തോടു കൂടിയാണ് കേട്ടോ കണ്ണൻ നടന്നു വരുന്നത്. അത് കണ്ട് കണ്ണുകളിൽ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ശേഷം ഇത് കാണുന്ന കണ്ണനാണെങ്കിൽ, എല്ലാവരും എന്താ ഇങ്ങനെ ഞങ്ങളെ നോക്കി നിൽക്കുന്നത്? എന്നെയും ഇയാളെയും ആദ്യമായിട്ടാണോ കാണുന്നത്? അതോ ഞാൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് കരുതിയിട്ട് അത് യാഥാർത്ഥ്യമായതിൻ്റെ നിരാശയാണോ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, കണ്ണനെ ഇനിയും ചൊടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിയുന്ന ദുർഗയാണെങ്കിൽ, അല്ല മോനെ, നീ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നെ സ്വീകരിക്കാനായിട്ട് കാത്തു നിന്നതാണ്. നിനക്കിപ്പോൾ പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമല്ലോ, അതിൻ്റെ ആയിരുന്നു ഞങ്ങളെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട് കേട്ടോ ദുർഗ. എനിക്കറിയാം എനിക്ക് നടക്കാൻ കഴിയുന്നത് ഞാൻ നടന്നു കാണണം എന്നുള്ളത് നിങ്ങളിൽ ആരും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മരുന്നിൽ മായം ചേർത്ത് എനിക്ക് തരാൻ നോക്കില്ലായിരുന്നല്ലോ. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കാലുകളുടെ തളർച്ച ഇതിനു മുൻപ് തന്നെ മാറിയേനെ. പക്ഷേ എല്ലാം ദൈവനിശ്ചയമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ണൻ പറയുമ്പോൾ, മഹാലക്ഷ്മിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. കരുണ, നീ പലതവണ കണ്ണേട്ടനെ വീൽ ചെയറിലിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ടുണ്ട്. അതൊന്നും ആരുടെയും കുറ്റമല്ലടി. പക്ഷേ ഇന്ന് കണ്ണേട്ടന് നട്ടെല്ലാം നിവർത്തി തന്നെ നിൽക്കാൻ കഴിയും. കണ്ണേട്ടൻ്റെ ഈ തിരിച്ചുവരവിൽ ഞാനും എൻ്റെ അമ്മയും മാർക്കോയും അനന്തുവേട്ടനും ലേഖയും അല്ലാതെ മറ്റാർക്കും സന്തോഷവും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണേട്ടൻ്റെ മരണം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇനി കണ്ണേട്ടനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും കൂട്ടി അകത്തേക്ക് പോവാണ് കേട്ടോ മഹി.
അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കണ്ണൻ്റെ ആ കാലുകളുടെ തളർച്ച പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുള്ള ആ രാത്രി അവരുടെ കല്യാണ രാത്രി പോലെ ആഘോഷമാക്കുന്നുണ്ട്. അവരുടെ ആ സന്തോഷവും പ്രണയവും ഒക്കെ അവർ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അവർ ഒന്നാവുകയാണ് കേട്ടോ. ശേഷം കരുണ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, ഇന്ന് കമലേശ്വരത്തെ വലിയേട്ടനും അവളും മതിമറന്ന് സന്തോഷിക്കുന്ന രാത്രിയാണെന്നും അധികം വൈകാതെ അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാകും. എല്ലാം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അസൂയയോടെയും പകയോടെയും പറയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.